സോ ഫ്രണ്ട്സ് ഫൈനലി ഞാൻ റെഡി ആയിട്ടുണ്ട്. ദിസ് മൈ ഔട്ട്ഫിറ്റ് ഫോർ ദ ഡേ. ഞാൻ ആക്ച്വലി കുറേ അകത്തകത്ത് ഇങ്ങനെ ഇറക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്കും തണുപ്പായിരിക്കും. അപ്പോൾ പിന്നെ ഇനി ഇടയ്ക്ക് വെച്ച് വഴിയിൽ ഡ്രസ്സ് മാറാനായിട്ട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ഇട്ടിരിക്കുക എല്ലാം അകത്തുനിന്ന് കുറേ ലെയറിങ്. അതുകൊണ്ട് നല്ല ചൂടെടുക്കുന്ന താഴെ പാൻറ്റിൻ്റെ അവിടെയും ഒരു ലെഗിങ്സ് ഇട്ടുണ്ട്, വോം ലെഗിങ്സ്. സോ ഇറ്റ്സ് നൗ ഐ ഫീലിംഗ് വെരി വെരി ഹോട്ട്. പിന്നെ എനിക്ക് കുഴപ്പമില്ല, വൺസ് എയർപോർട്ടിൽ പോയ പിന്നെ ആ ചൂട് അവിടെ എ സി ഉണ്ടല്ലോ, തണുപ്പല്ലേ. സോ ഐ ദെൻ റിവ്യൂ ഓക്കെ. ഞാനിപ്പോൾ കുറച്ച് കാന്താരി മുളകൊക്കെ കണ്ടോ, ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ. അതൊന്നും അവിടെ കിട്ടാത്ത ബേർഡ് ഐ ചില്ലി അതൊന്നും അവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ പതിവില്ലാതെ റോഡിയും ഇന്ന് രാവിലെ ഞാൻ എണീറ്റാകുമ്പോൾ അവിടെ ടി വി കണ്ടിട്ടിരിക്കുക. അപ്പോൾ മാഗി കഴിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് 7:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഓട്ടോ വരും. കാരണം റോഡിൽ ഒരിക്കലും കാറിൽ കയറില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഓട്ടോ ഒപ്പിക്കേണ്ടി വരും. ഐ ഗസ് ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും എൻ്റെ എടുത്തു. ഇനിയിപ്പോൾ മിച്ചം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ചാർജറും ഫോണും ഒക്കെ മാത്രമേ ഉള്ളൂ വെളിയിൽ കിടക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ അതിലിട്ടു. തായ്ലൻഡിൽ പോയി ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് അവളും ഇല്ല. ഓക്കെ, അപ്പം ഞാൻ ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ. ശരി. അപ്പം നമുക്കിപ്പം ഫസ്റ്റ് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് എൻ്റെ. ആദ്യം ബാംഗ്ലൂർ പോകുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ദെഹ്റാദൂണിലാണ്. അപ്പോൾ ഒരു 5:30 ഒക്കെ ആകുമ്പം അവിടെ വീട്ടിലല്ല എയർപോർട്ടിലെത്തും ദെഹ്റാദൂണിൽ. ഞാൻ ഈ സ്പേസിൽ നിന്ന് വ്ളോഗ് എടുക്കുന്നതിൻ്റെ റീസൺ വെച്ചാൽ എൻ്റെ ഫോൺ ചാർജിൽ ഇരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഈ ഒരു സെയിം ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നത്. ഉള്ള പരിപാടികൾ മേക്കപ്പ് സാധനങ്ങളെല്ലാം വെളിയിരിക്കും, അതെല്ലാം എടുത്ത് വെക്കണം. അതും കൂടെ ഉള്ളൂ. അതോടെ കഴിഞ്ഞെന്ന് തോന്നുമല്ലോ. ശരി, പിന്നെ റൂബീനെ റെഡിയാക്കണം. ഓക്കെ, ബട്ട് ടൈം ഉണ്ട്, ഇനിയും ഒരു 45 മിനിറ്റ്സ് ഉണ്ട്. ഫ്രണ്ട്സ്, ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. രാവിലെ ഭയങ്കര മഞ്ഞ് പോലെയൊക്കെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഒരു അബദ്ധം പറ്റിപ്പോൾ. അതായത് ഞങ്ങളുടെ ഓട്ടോ ചേട്ടനുള്ളൂ, പുള്ളിക്കാരന് എനിക്കൊന്ന് ടൈം തെറ്റിപ്പോയാൻ തോന്നുന്നു. വളരെ ലേറ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പെടഞ്ഞാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയത്. അങ്ങനെ എത്തി ഓൾറെഡി അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. അത് കാരണം ഒരുപാട് സമയം എടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറിയത്. ചെക്ക് ഇൻ ചെയ്യാൻ ഒരുപാട് ലേറ്റായി. ഞങ്ങൾ ലാസ്റ്റ് കോൾ എന്ന് പറഞ്ഞു കിടന്ന ഫ്ലൈറ്റിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ ഈ കേരള ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മുടെ എയർപോർട്ട് ലോഞ്ചിൽ, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ശരിക്കും എൻ്റെ ഇത്രയും എയർപോർട്ട് ലോഞ്ചിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. അവിടുത്തെ ഫുഡ് ശരിക്കും കിടുവായിരുന്നു. അപ്പം മിസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് തീരെ ഭയങ്കര ഒരു വിഷമമായിപ്പോയി എനിക്ക്. എന്തായാലും ഫ്ലൈറ്റ് മിസ്സായില്ല, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പം ഞങ്ങൾക്കൊരു 2 hours ലേവർ ഉണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അതാ കൊച്ചി ലോഞ്ചിൽ കയറാത്ത വിഷം നമ്മൾ ബാംഗ്ലൂർ ലോഞ്ചിൽ പോയി തീർക്കുന്നു. കേക്കാണ്, ഇറ്റ്സ് കേക്ക്. വാട്ടർ, വെള്ളം വേണോ? വാട്ടർ. ഇറ്റ്സ് ഗുഡ്. നോ, ക്യാരറ്റ് ഇസ് ഗുഡ്. അങ്ങനെ ഞാൻ വയറ് നിറച്ച് ഫുഡ് അടിച്ചോട്ടെ. ശരിക്കും ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് എന്തൊരു യൂസ്ഫുൾ ആയിരുന്നു. 2 രൂപയ്ക്ക് നമുക്ക് ഫുഡ് അടിക്കാം. ദോശ കിട്ടി, ഭയങ്കര സന്തോഷം തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ലോഞ്ചിൽ നിന്ന് വെളിയിറങ്ങി. now going to our gate 39 ആണ് നമ്മുടെ. I wish I can go to a restaurant, but since it is too costly. Now we can go because now we had from the lounge now. This is my favorite part. I think we can find a restaurant. I can't draw because
गया? I already miss her. Miss what? Miss her. Sana amma maya. So don't worry about that. We can take care about it. This is a celebration for me and Mama coming back. Yeah. Also, I hope Daddy makes pakodas. Also, why do I look silly? Oh, you didn't say. Daddy didn't. ഇപ്പം എന്താ ഈ കോലത്ത് ഇരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. തണുപ്പെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര തണുപ്പൊന്നും ഇല്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഇവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തു. ബട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. മേ ബി ഞാനിപ്പോൾ വന്ന് കയറിയതുകൊണ്ടായിരിക്കാം. ബട്ട് എനിക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പെട്ടെന്ന് തണുപ്പ് കൊണ്ട് തൊണ്ടവേദനയൊക്കെ സ്റ്റാർട്ടും. അതുകൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ്ലി കവേർഡായിരിക്കുന്നത്. കാരണം ഇനി മറ്റന്നാൾ ഓഫീസിൽ പോകേണ്ടുള്ള ഞാൻ എന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റൈറ്റ്, പ്രൊട്ടക്ഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. ഓക്കെ, അപ്പോൾ ശരി. ഒരുപാട് കോലം കെട്ട് കിടക്കുക ഈ റൂം. എനിക്ക് അല്ലെങ്കിലും കോലം കെട്ട് തരാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ക്ലീൻ ചെയ്യണം. നാളത്തെ കംപ്ലീറ്റ് പരിപാടി റൂഡിയുടെ ഹോംവർക്ക് ഫസ്റ്റ്, ദെൻ അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യും. ആക്ച്വലി ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര വൃത്തി ക്യാരക്ടർ വരും. കാരണം എൻ്റെ വീട് ഭയങ്കര നല്ല സെറ്റപ്പാക്കി, കേരളത്തിലെ വീടെ ഭയങ്കര അടിച്ചു പോയിരുന്നു. അത് ഫുൾ ഇൻറ്റീരിയർ വർക്കെല്ലാം ചെയ്ത് നല്ല കിടു പാകുൻ്റെ വീടാണല്ലോ, നല്ല കിടു വീടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് എന്നുവെച്ചാൽ ഇത് ഒരു ഇപ്പം ഞാൻ നിൽക്കുന്ന താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻറ്റീരിയർ സാധാരണ ഒരു വീടാണ്. ഇതിൽ അങ്ങനെ ഇൻറ്റീരിയർ ഡെക്കറൊന്നും അങ്ങനെ ചെയ്യാത്ത. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും അയ്യോ അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം. ഇപ്പം തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നോക്കി എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ആവേശമാണ്, ഇത് ചെയ്യും അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം പതുക്കെ തണുക്കും. പക്ഷേ ഇപ്രാവശ്യം തണുക്കല്. ഹായ്, പാറുവിൻ്റെ നെയിൽ പോളിഷ് നല്ല അടിപൊളി കേട്ടോ, എൻ്റെ കൈക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്യണം, എന്തെങ്കിലും കുറച്ചൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ, സോ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ. ഹലോ ഫ്രണ്ട്സ്, സോ ഫൈനലി ഞാനിവിടെ റീച്ചായി കേട്ടോ. ഞാനിവിടെ എത്തി ദേഹറാദൂണിൽ. ഇപ്പോഴത്തെ വെതർ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ തണുപ്പ് 20 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ രാത്രിയൊക്കെ കുറയും തോന്നുന്നു, എനിക്ക് 7 ഒക്കെ ആവും. ദാറ്റ്സ് ഇറ്റ്. അല്ലാത്ത ഭയങ്കര തണുപ്പൊന്നുമില്ല. ഈ വെതറാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. വെയിലും ഉണ്ടെന്ന്. ഇനി 8 ദിവസമായിട്ട് വീട്ടിലെ സാധനങ്ങൾ മേടിക്കണം. പച്ചക്കറിയൊക്കെ കുറേയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് പോയൊക്കെ ചീത്തായി അധികമൊന്നും ഇല്ലായിരുന്നു. ബട്ട് സ്ട്രോബെറി ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചീത്തായി. അപ്പോൾ അതെല്ലാം എടുത്ത് കളയണം. ബാക്കി ഇതെന്ന് തോന്നുന്നു. അയ്യോ, കുഴപ്പമില്ല, നോക്കട്ടെ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം. പിന്നെ ഇന്നലെ ഫ്ലൈറ്റിൽ നിന്ന് അത് സാൻഡ്വിച്ചൊക്കെ കിട്ടിയായിരുന്നു. ചിക്കൻ സാൻഡ്വിച്ചും പനീർ സാൻഡ്വിച്ചും, റൂഡിക്ക് വെജും, എനിക്ക് നോൺ വെജ്. പക്ഷേ സത്യം പറയുമ്പോൾ ഇപ്പം എനിക്ക് നോൺ വെജ് കഴിക്കാൻ തോന്നി ഇന്നലെ. അപ്പോൾ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് കഴിക്കാമെന്ന് വെച്ചു. ഈ ട്രീ കണ്ടോ, ഈ ക്രിസ്മസ് ട്രീ പോലെയാണ് കേട്ടോ. ക്രിസ്മസ് ട്രീ തന്നെ, പൈനാണെന്ന് തോന്നുന്നത്. പൈൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാടുണ്ട് ഈ ഏരിയയിൽ. ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഇല്ല, ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ചുമ്മാ കാട് പോലെ വളരും ഇത്. സോ ഇതാണ് എൻ്റെ ടെറസ് വ്യൂ. ഒക്കെ ഏകദേശം കോലം കെട്ട് പോയി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വെള്ളം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ഒഴിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വന്ന് ഒഴിച്ചു വെള്ളം. മിൻറ്റിൻ്റെ ലീവ്. എനിക്കാണെങ്കിൽ മിൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ മിൻറ്റ് ലൈമിനൊക്കെ എന്തെങ്കിലും വേണ്ടി വരും. ഓക്കെ, അപ്പം ഞാൻ പതുക്കെ 9 മണിയായിട്ടോ, ഞാൻ ലേറ്റ് ആയിരുന്നു എണീറ്റപ്പോൾ. എപ്പോഴും കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ കോലത്തിലായിപ്പോയി, സാരമില്ല. ഇനി അത് പുഴുങ്ങി 2-3 ദിവസത്തേക്ക് ഇനി ഇത് തന്നെ ആക്കാം ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും 2026 ഒരു ഡയറ്റ് ആകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഡയറ്റ് ആയിരിക്കും. ഡയറ്റ് കോൺഷ്യസ് ആവണം, ഹെൽത്തി ഫുഡ് കഴിക്കുക. ഞാൻ പറഞ്ഞ 4 പ്ലേറ്റ് ആ സിസ്റ്റം കഴിക്കണം. ഞാൻ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുക. കുറേ കൊണ്ടുവന്നു. ഇതിൽ നിന്ന് കുറേ ഞാൻ താഴെ കൊടുത്തു വീട്ടിലേക്ക്. ബാക്കി ഇത്ര ഇരിപ്പുണ്ട്. ഞാൻ ക്ലീനിങ്ങിനെക്കാട്ടും കൂടുതൽ പ്രായത്തിൽ കൊടുക്കുന്ന റൂഡിയുടെ ഹോംവർക്കിനാണ്. കാരണം സൊമാറ്റോൻ്റെ ഓർഡർ ചെയ്യും, അത് കൊടുക്കാൻ. സോ
സോ ഫ്രണ്ട്സ്, ഇത്രയും നേരത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഹാർഡ് വർക്കിന് ശേഷം ഫൈനലി വി മെയ്ഡ് ഇറ്റ്. കാണിക്ക് റോഡി. ഇതാണ് റോഡിയുടെ ഒരു സയൻസ് പ്രോജക്റ്റ്. യാ, ഇനി SST ഉണ്ട്. ദെൻ ഇനി SST ഉണ്ട്, You റൈറ്റ്? can also see 3D and you can see some things. Let us go inside so the view. കാണിക്ക് കണ്ണിടെ. See, wait, zoom in a little. Okay. This is the sun and this is the sun, and there are also clouds. They're just for decoration. And if CO2 comes to the planet. Fine. So finally, We have done I our hope you have work. seen. Yeah, we had done our work. Any, that's it, right? Now SST we will do in the second half. Also, viewers, don't forget to like and subscribe. If you are already a subscriber, just enjoy the video. No. Final look. ഹലോ ഫ്രണ്ട്സ്, സോ ഞാനിപ്പോൾ ഇതാ പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. റോഡിക്ക് വേണ്ടി മേടിച്ച പിസ്സയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മാർഗ്രീറ്റാണ് ഓർഡർ ചെയ്തത്. ബട്ട് എനിക്ക് കിട്ടിയത് എന്തോ ഒരു പിസ്സ. ഐ ഗസ് മഷ്റൂമിൻ്റെ എന്തോ ടൈപ്പ് പിസ്സ. ഓ, ന്യൂ ഇയർ ആയിട്ട് ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഞാനായിട്ട്. Okay, guys, if you don't understand Malayalam, she means that we ordered margherita pizza, but Domino's gave us like a mushroom style pizza, and we are disappointed of it. At least my mom enjoyed her pizza. Okay, bye bye.